ഹലോ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ചില കാരണങ്ങൾ കൊണ്ടെല്ലാം ഒന്ന് ഡൗൺ ആയ സമയത്ത് പിന്നെ എനിക്കതിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് പോയി. അപ്പോൾ വീഡിയോസ് എല്ലാം റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സ് എല്ലാം വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അത് മാത്രമല്ല ഞാൻ അത്ര നാൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ വാച്ച് അവറെല്ലാം കുറഞ്ഞ് വന്നത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. അപ്പോൾ പിന്നെ ഞാനൊന്നും കൂടി ഒന്ന് എഴുന്നേറ്റ് വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാൾ ടച്ച് വിട്ടത് കൊണ്ട് ഒരു വീഡിയോ എടുക്കാനുള്ള എങ്ങനെയാണെന്നുള്ളതെല്ലാം മറന്നുപോയൊരു കൺഫ്യൂഷനെല്ലാം ഉണ്ട്. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കെല്ലാം ചെയ്യുക. കുറച്ച് ദിവസമായിട്ട് ഷോർട്സ് എല്ലാം ഇട്ട് നമ്മൾ പാട്ടെല്ലാം കയറ്റിയിട്ട് എഡിറ്റ് ചെയ്ത് പാട്ടെല്ലാം കയറ്റിയിട്ടിട്ട് ഡെയിലി 1-2 സബ്സ്ക്രൈബേഴ്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലോങ് വീഡിയോ കുറേ നാൾക്ക് ശേഷം ലോങ് വീഡിയോ എടുക്കുന്നുണ്ട്, വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടെല്ലാം ഒരു കൺഫ്യൂഷനെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാണുന്നവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എത്ര ആൾക്കാർ കാണുമെന്നറിയില്ല, എന്നാലും കാണുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ തുടങ്ങി വരുമ്പോൾ എല്ലാം പഠിച്ചിട്ടും എല്ലാം അറിഞ്ഞിട്ടല്ല വരിക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. അപ്പോൾ രാവിലെ ദോശയിലുണ്ടാക്കി, പിന്നെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാലിൽ മഞ്ഞളും നമ്മുടെ ശർക്കര വെല്ലത്തിൻ്റെ പൊടിയും ഇട്ടിട്ട് അക്കിരി കൊടുക്കുന്നുണ്ട്. കോംപ്ലൈൻ എന്നുള്ള പേരിലാണ് നമ്മൾ പറ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കോംപ്ലൈൻ എന്താണെന്ന് വെച്ചിട്ട് കുടിച്ചോളൂ. ഇതാകുമ്പോൾ ഡെയിലി ഒന്നും മഞ്ഞളിടില്ല, 1-2 ദിവസം കൂടുമ്പോൾ മഞ്ഞളിട്ടിട്ട് ഇതുപോലെ കൊടുക്കും. ഇമ്മ്യൂണിറ്റി നല്ലതല്ലേ. രാവിലെ അരിദോശയൊക്കെ ഉണ്ടാക്കിയത് ചെറുപയർ കറിയാണ്. ചെറുപയർ കറി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ തേങ്ങ അരച്ചിട്ടൊന്നും വെക്കാണ്ട് ജസ്റ്റ് തേങ്ങാപ്പാലിൻ്റെ പൊടി വെള്ളത്ത് കലക്കിയിട്ടിട്ട്, പക്ഷേ എങ്കിൽ ആ ഒരു ടേസ്റ്റ് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ഈ ഒരു തേങ്ങാപ്പാലിന് കിട്ടുകയില്ല. ഇത് ജസ്റ്റ് നമ്മൾ മുട്ടക്കറിയെല്ലാം ആക്കുന്ന സമയത്ത് കുറച്ച് കട്ടിക്ക് ജസ്റ്റ് ലൂസാക്കിയിട്ട് വെള്ളത്തിൽ കുറച്ച് പൊടി അധികം കലക്കിയിട്ടിട്ടാകുമ്പോൾ ഒരു മുട്ടക്കറിയെല്ലാം കുറച്ചൊരു കൊഴുപ്പിൽ കിട്ടുന്നല്ലാണ്ട് ഈ നമ്മളെ ഈ പറഞ്ഞ പോലെ ചെറുപയറിനോ അല്ലെങ്കിൽ കടലക്കറിക്കോ ഒന്നും സൂട്ടല്ല. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല, ഈ ഒരു പൊടി കലക്കിയിട്ട് ഈ ഒരു കറിയിലിട്ടുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ല. നമുക്കിത് പ്രഥമൻ വെക്കുന്ന സമയത്ത് തേങ്ങാപ്പാൽ പൊടിയെല്ലാം കലക്കിയിട്ടും അല്ലെങ്കിൽ മുട്ടക്കറിക്കെല്ലാം കലക്കിയിട്ടാകുമ്പോൾ കുറച്ചുകൂടി ബെസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ കൂട്ടി ശീലിച്ചത് കൊണ്ട് ഈ ചെറുപയർ കടല അതിനൊന്നും പറ്റില്ല. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് കറിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റും. നമ്മൾ ഈ കൂട്ടി ശീലിച്ച് ഈ ഒരു കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ ചെറുതിനാ രാവിലെ സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ട്. 2 മണിക്കൂറേ ഉള്ളൂ. 2 മണിക്കൂർ 11:30 കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരും. അതിനാണ് ഇപ്പോൾ രാവിലെ തന്നെ 8 മണിയാകുമ്പോൾ പോകും. അപ്പോൾ പിന്നെ ദോശ മാത്രമേ കൊണ്ടിട്ടുള്ളത്. അത് ദോശയോ രാവിലത്തെ ചായക്കുള്ളതോ അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളമോ അതങ്ങനെ 2 മാത്രമേ കൊടുത്തുള്ളൂ. അങ്ങനെ വലിയ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ഫുഡ്, വൈകുന്നേരത്തെ സ്നാക്സ് അങ്ങനെ ഒന്നും കൊടുത്തുവിടണ്ട. 2 മണിക്കൂർ നേരത്തേക്ക് ഇത് മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് രാവിലെ ഒരു കോംപ്ലൈൻ എന്നുള്ള രീതിക്ക് പാലും വെള്ളത്തിൽ ശർക്കര പൊടി ഇട്ടിട്ട് കുടിച്ചിട്ടാണ് പോകൽ. നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് മൂപ്പരിങ്ങ് വരും. അതുകൊണ്ട് അപ്പോൾ ഞാൻ വേഗം ചായയെല്ലാം കുടിച്ച് അലക്ക് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് അപ്പോൾ ആറിയിട്ട് അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ റൂം ഫുള്ളൊന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. വിരിപ്പ് നമ്മൾ ബെഡ്ഷീറ്റ് ഇതുപോലെ രാത്രി വിരിച്ചിട്ട് രാവിലെ എടുത്തിട്ട് അങ്ങ് മാറ്റി വെക്കും. കാരണം ഇതിൻ്റെ നിലത്ത് ബെഡ് ഇടുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. സൈക്കിൾ കയറ്റിയിട്ടും കിടക്കയിൽ ഇരുന്നിട്ട് തന്നെ തിന്നിട്ടെല്ലാം ഭയങ്കര പിന്നെ ബുദ്ധിമുട്ട്, ഉറുമ്പ് പൊടി അങ്ങനെ എല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പോൾ രാത്രി വിരിക്കും, രാവിലെ ഇതുപോലെ എടുത്ത് വെക്കും. എന്നിട്ട് വേറൊരു ഒറ്റ കിടക്കിയിട്ട് ചെറിയ സിംഗിൾ ബെഡ്ഷീറ്റ് വെച്ചിട്ട് വെക്കും. അപ്പോൾ ഇവനിങ്ങനെയുള്ള സമയത്തൊന്നും അടിച്ചു വരാൻ തുടക്കാനൊന്നും പറ്റില്ല. സ്കൂളിൽ പോയ സമയത്താണ് ഞാൻ ഇതെല്ലാം അടിച്ച് വരെ തുടക്കുക. രാത്രി ആകുമ്പോൾ കിടക്കാൻ നോക്കുമ്പോൾ ഒന്നും കൂടി അടിച്ച് വരും. തുടക്കൽ രാത്രി അങ്ങനെ മുന്നേ രാത്രി തുടക്കലുണ്ട്, പക്ഷേങ്കിൽ ഇപ്പോൾ പകലാ തുടക്കൽ. ഈ റൂമിൽ അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു മേശ, ലാപ്ടോപ്പ്, പിന്നെ റൂമിലൊരു കൂളർ, ചെറിയൊരു അൽമാരി, TV, താഴെയിടാൻ ബെഡ്, അതേ ഉള്ളൂ. നമ്മുടെ അപ്പുറത്തെ റൂമുണ്ട്, അതാണ് നമ്മളെ ഗോഡൗൺ, കളിപ്പാട്ടത്തിൻ്റെ ഗോഡൗൺ, ഡ്രസ്സിൻ്റെ ഗോഡൗൺ ഫുൾ അതാണ്. അവിടെ കിടക്കലൊന്നുമില്ല. അവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് റോഡ് സൈഡ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നല്ല കാറ്റും കിട്ടും, തണൽ വന്ന്. പിന്നെ നമ്മൾ കയറി വരുന്നത് ഈ ഒരു ഡോറാണ് കയറി വരുന്നത്. അപ്പുറം പുറത്ത് ബാൽക്കണിയാണ്. അത് നമ്മൾ ഗോഡൗൺ പോലെ ജസ്റ്റ് നമ്മൾ അവിടുന്ന് ചിലപ്പം അവിടെ ഭക്ഷണം കഴിക്കും. അവിടെ ചിലപ്പോൾ ഏട്ടൻ ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഡ്യൂട്ടിക്കെല്ലാം പോയി വന്ന് ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഏട്ടൻ മാത്രം അവിടെ പുറത്തവിടെ കിടക്കും, നമ്മളിപ്പുറത്ത് കിടക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ റൂം. കുറച്ചധികം പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. കാരണം എനിക്ക് പീരീഡ്സിൻ്റെ ഭ്രാന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ ഞാൻ മറ്റേ ഔവൈ ഷൺമുഖ സിനിമയിൽ പോകുന്നവരെ ഓടി നടന്ന് ജോലി ചെയ്യും. അലക്കാനതെല്ലാം എടുത്തിട്ട് അലക്കും, അടിച്ച് വാരി ഏരിയയിലെല്ലാം പിന്നെ അടിച്ചു വരും. കഴുകിയ പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകി വെക്കും. കുറച്ചധികം പാത്രങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴുകി വെക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ മണി മുട്ടുന്നുണ്ട്, പൂജാ പ്രാർത്ഥനകളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നിങ്ങളത് കാര്യമാക്കണ്ട. കേൾക്കുന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ ആരെല്ലാം ഉറങ്ങിയിടിച്ച് കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മണി മുട്ടുന്നത്. ഈ ഒരു ടൈമിലാണ് പ്രാർത്ഥന. അവർക്കങ്ങനെ സമയം എന്ന് ഇല്ല. നമ്മൾ ഒന്നിക്കൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. ഇവർ ഉറങ്ങി എണീച്ച സമയത്താണ്, ഞാൻ കണ്ടിടത്തോളം ഉറങ്ങി എണീച്ച് വന്ന സമയത്താണ് ഈ പ്രാർത്ഥനയെല്ലാം ഉണ്ടാവുന്നത്. ഓക്കെ, അത് പോയി. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. കാരണം എൻ്റെ
ചെറിയ മുതലാളി സ്കൂൾ വിട്ടിട്ട് ഒരു 11:30 വരുന്നത് കൊണ്ട് തന്നെ ഏകദേശം ടൈമെല്ലാം ആയി. അപ്പോൾ ഇതെല്ലാം വേഗം കഴുകി വെക്കുന്നുണ്ട്. വന്നിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കൊഞ്ചാനും കുഴയാനും കെട്ടിപ്പിടിക്കാനും എല്ലാം ഉണ്ടാവും. അപ്പോൾ ചില സമയം ഈ പാത്രം പിന്നെ അവിടെ തന്നെ ഉണ്ടാവും. രാവിലെ കറിയെല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ട്. തലേന്ന് മീൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയൊന്നും വെക്കണ്ട. ഇന്ന് കുറച്ച് വലിയ ജോലിയൊന്നും ഇന്ന് എനിക്ക് അങ്ങനെ ഇവിടെ ചെയ്യാനില്ല. ഇനി ചോറ് വെക്കണം. അപ്പോൾ വന്നിട്ട് മോൻ്റെ കൂടെ കുറച്ച് കളിച്ച് ചോറെല്ലാം മെല്ലനെ വെക്കി വിടണം. അപ്പോൾ ആ പാത്രം കഴുകി വെച്ചിട്ട് ഇനി അത് വെള്ളം നിറച്ചിട്ട് ചോറിന് വെക്കണം. അത്രയെല്ലാം ചെറിയ പണിയേ ഉള്ളൂ. ഇന്ന് എന്തോ പണിയെല്ലാം ജോലികളെല്ലാം കുറവാണ്. ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള സമയങ്ങളിൽ എനിക്കധികം പണി കുറവായിരിക്കും. രാവിലെ തന്നെ എല്ലാം ആകും. അല്ലെങ്കിൽ കുറേ ഇഷ്ടം പോലെ പണിയുണ്ടെങ്കിൽ ഭയങ്കര മടിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എൻ്റെ മോൻ വന്നിട്ടുണ്ട്. താഴെ ഓട്ടോ വന്ന് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി മേലെ പോയിട്ട് നമ്മൾ കുറച്ച് കിന്നരിക്കലും വർത്താനം പറയലും സ്കൂളിലെ വിശേഷങ്ങളെല്ലാം ചോദിക്കലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം.